السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. ദാരിദ്ര്യം നീങ്ങിക്കിട്ടാൻ അതുപോലെ തന്നെ രോഗശമനത്തിനൊക്കെ വേണ്ടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരമൊരു പ്രാർത്ഥനയാണ് ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നത്. സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടക്കുമ്പോൾ അൻസ്വാറുകളിൽപ്പെട്ട ഒരു സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാനിടയായി. അദ്ദേഹം വളരെ മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എന്തോ ഒരു മാനസികമായി വലിയ പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇത് കണ്ടപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ ഫുലാൻ മല്ലദീ ബലഗ ബിക മാ അറ, നിങ്ങൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ കാണുന്നത്, നിങ്ങൾക്ക് എന്തു പറ്റി, എന്താണ് നിങ്ങളുടെ സങ്കടം, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ മറുപടി അൽ ഫഖ്റു വസ്സഖം, നബിയെ വലിയ ദാരിദ്ര്യം അതോടൊപ്പം വലിയ രോഗവും, ഇത് രണ്ടും കൂടിയായപ്പോൾ വലിയ പ്രയാസത്തിലും വിഷമത്തിലുമാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അഫലാ ഉഅല്ലിമുക കലിമാത്തിൻ ഇദാ ഖുൽതഹുന്ന ദഹബ അൻകൽ ഫഖ്റു വസ്സഖം, ഞാൻ നിങ്ങൾക്ക് ചില പ്രാർത്ഥനകൾ, ചില വാക്കുകൾ പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല നിങ്ങളുടെ ദാരിദ്ര്യം, നിങ്ങളുടെ രോഗം, ഇതിനൊക്കെ വലിയ ശമനം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബിയെ അവ എനിക്ക് പഠിപ്പിച്ചു തരൂ, എനിക്കെൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഖുൽ, അങ്ങ് പറയുക, തവക്കൽതു അലൽ ഹയ്യില്ലദീ ലാ യമൂതു വൽഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുല്ലി വകബ്ബിർഹു തക്ബീറാ. ഇതായിരുന്നു ആ പ്രാർത്ഥന. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. ഈ പ്രാർത്ഥന മഹാനവറുകൾ നിത്യമായി പതിവാക്കിയപ്പോൾ അദ്ദേഹത്തിന് വന്ന മാറ്റം അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്, ഖല ഫലഖിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കാണാനിടയായപ്പോൾ ഫഖാല, അവിടുന്ന് ചോദിച്ചു, യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, മാ ഹാദല്ലദീ അറാ മിൻ ഹുസ്നി ഹാലിക്, നിങ്ങൾക്ക് വല്ലാതെ സന്തോഷത്തിലാണല്ലോ, നിങ്ങൾ നല്ല അടിപൊളിയിലാണല്ലോ, വലിയ റാഹത്തിലാണല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ സിൽതു അഖൂലുൽ കലിമാത്ത് മുൻദു അല്ലംതനീഹിന്ന, അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളില്ലയോ, ആ വാക്കുകൾ ഞാനത് നിത്യമായി പതിവായി ചൊല്ലാറുണ്ട് നബിയെ, അതിൻ്റെ മാറ്റമായിരിക്കും. എൻ്റെ വിഷമങ്ങൾ അല്ലാഹു തആല എനിക്ക് മാറ്റിത്തന്നു, എൻ്റെ രോഗങ്ങൾക്ക് അല്ലാഹു തആല ശമനം തന്നു, വലിയ സന്തോഷത്തിലാണ് എന്ന നിലക്ക് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുത്തതായും ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, ഇതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന മനസ്സറിഞ്ഞ് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായും വലിയ ഫലം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.